നമസ്കാരം. ഗാലറി ഓഫ് നാച്ചർ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ വെൽഫെയർ ഓർഗനൈസേഷൻ്റെ 28ാം ഓണസംഗമത്തിലെ കാഴ്ചകളുടെ രണ്ടാമത്തെ എപ്പിസോഡായ ഈ വീഡിയോയിൽ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കവിയരങ്ങിൻ്റെ കാഴ്ചകളായിരുന്നു ഒന്നാമത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരുന്നത്. കാണാത്തവർ അതുകൂടി കാണുക. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ രണ്ടാമത്തെ സെക്ഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ കവിത, കഥയരങ്ങ്, ഗാനമേള എന്നിവയോടുകൂടി ഇവിടെ അവസാനിക്കുകയുണ്ടായി. അടുത്ത പരിപാടി സമയബന്ധിതമായി നമുക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഗാലറി ഓഫ് നാച്ചർ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന കഴിഞ്ഞ 5 വർഷക്കാലമായി വിവിധങ്ങളായ പരിപാടികളിൽ സജീവ സാന്നിധ്യമായി നിറഞ്ഞെങ്കിലും ഈ വർഷം ജനുവരി 15-നാണ് ഇതൊരു കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത്. സംഘടന ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി പറയുന്നില്ല എങ്കിലും സമൂഹത്തിലെ വളർന്നു വരുന്ന കലാസ്നേഹികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ജന നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വിദ്യാഭ്യാസ രംഗത്ത് വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ, ചർച്ചാ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതിനും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നും സ്വാഗത പ്രാസംഗത്തിൽ പറയുന്നില്ല. കാരണം നമ്മുടെ എത്രയും പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികൾ നിങ്ങളോട് സംവദിക്കാനും സംസാരിക്കാനും വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ സംഘടനയുടെ സ്ഥാപകനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രസിഡന്റും കൂടിയായ ശ്രീ സുമേഷ് കോട്ടൂരിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 28ാം ഓണമായ ഇന്ന് ഒക്ടോബർ 1-ന് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച് വിവിധങ്ങളായ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ വച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ വളരെ സന്തോഷത്തിലല്ല ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് വളരെയേറെ ദുഃഖമുള്ള ഒരു കാര്യമാണ്. കാരണം ഞങ്ങളുടെ സംഘടനയിലെ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ക്യാൻസർ ബാധിതനായി 4ാമത്തെ സ്റ്റേജിലാണ്. അദ്ദേഹത്തിന് ഒരാളിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയ ചിലപ്പോൾ അത് വിജയിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ രംഗത്തേക്ക് വന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 1-2 മാസങ്ങൾ കൊണ്ട് ഇതിൻ്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട് കൂപ്പൺ പണം സമാഹരിക്കാൻ വേണ്ടി പോകുമ്പോഴെല്ലാം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് പലരിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം മറന്നുകൊണ്ട് ഇന്ന് ഈ തന്നെ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഒരു തിരിച്ചുവരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംഘടനയുടെ എല്ലാ കാര്യങ്ങളിൽ മുൻപിൽ നിൽക്കുന്ന ഇതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഈ മലയങ്കീഴിലെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പേർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ സമയം വളരെ കുറവാണ്. ഏറെ ആദരണീയനായ റിട്ടയേർഡ് ജില്ലാ ജഡ്ജി കെ ഗോകുമാർ സാർ, അദ്ദേഹം ഞങ്ങളുടെ സംഘടനയുടെ അഡ്വൈസറി ബോർഡ് 5 അംഗങ്ങളുണ്ട്. അതിൽ ഒരാളാണ്. ഏറെ ബഹുമാനപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ടി അനികുമാർ സാർ, സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കൂളിൽ നിന്ന് റിട്ടയർഡായ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് കേസിൽ പിടിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. പിന്നെ വന്നിരിക്കുന്ന റോഷ്നി മാഡം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സെലിബ്രിറ്റി ഗസ്റ്റാണ്. വെള്ളനാട് രാമേന്ദ്ര സാർ, അദ്ദേഹവും നമ്മുടെ അഡ്വൈസറി ബോർഡ് അംഗമാണ്. ഇവരെല്ലാം എന്ത് കാര്യത്തിനും നമുക്ക് ഒപ്പം നിൽക്കുന്നവരാണ്. രമേഷ് ഗോപാൽ എൻ്റെ അനുജ സഹോദരനാണ്. സിനിമാ നടനും പുതിയൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. അടുത്ത് അശ്വിത മോഹൻ, അതിശ്വ മോഹൻ, വളർന്നു വരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഒരു മുഴുനീള ലേഡി മാർക്കോ എന്ന പോലെ ഒരു ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞത്. കൂടുതൽ അതിശ്വനെ പറയും. അപ്പോൾ ഇത്രയും വലിയൊരു സദസ്സാണെങ്കിൽ നേരത്തെ 'സെക്രട്ടറി പറഞ്ഞതുപോലെ വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്.
ഒരാളെ വിട്ടുപോയി, ക്ഷമിക്കണം, ഒരാളെ രണ്ടുപേര്. വിങ്സ് ഓഫ് വുമൺ എന്ന പെൺകരുത്തിന്റെ സെക്രട്ടറി ധനജകുമാരി, സഹോദരി കൂടിയാണ്. പിന്നെ വാസുദേവൻ നായർ ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അതിനേക്കാളുപരി നീള സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെ ക്ഷമിക്കുക. അപ്പോൾ ഏറെ വിഷമകരമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സെക്രട്ടറി പറഞ്ഞതുപോലെ അറിഞ്ഞില്ല, ശ്വാസം മുട്ടൽ വന്നപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ചു ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ പോയ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്തോ ന്യൂമോണിയയാണ്, അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യും. പക്ഷേ 4th സ്റ്റേജിൽ എത്തിയപ്പോഴാണ് അസുഖം കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു ചാരിറ്റി ആയിട്ടുള്ള ഒരു പിരിവില്ല, അത് നമ്മുടെ ബൈലിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിച്ചിരിക്കുന്ന സംഘടന കൊണ്ട് ഒരു ഉപയോഗം. അതുകൊണ്ടാണ് ഒരു സമ്മാന കൂപ്പൺ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പിരിവിലേക്ക് ഇറങ്ങി. എന്നിട്ടും നമുക്ക് തോന്നിയത് സാധാരണ ചില സംഘടനകൾ ചെയ്യും പോലെ ഏറ്റവും കുറഞ്ഞ സമ്മാനങ്ങൾ വെച്ച് കൂടുതൽ പൈസ തിരിക്കുക, അങ്ങനെ ചെന്നാൽ യുവമാര് ഇത് പുട്ടടിക്കാൻ വേണ്ടിയാണ് എന്ന് തോന്നൽ പോലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം 1.25 ലക്ഷം രൂപയോളമുള്ള സമ്മാനം വെച്ചത്. നമ്മൾ ഈ നിമിഷം ഇവിടെ എത്തി നിൽക്കുന്നു. അപ്പോൾ എത്ര കറക്റ്റായി എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഏതായാലും നമ്മൾ സുതാര്യമായിട്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ സംഘടനയെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 1 വർഷത്തോളം പ്രവർത്തിച്ചതിന് ശേഷമാണ് 2025 ജനുവരി 15-ാം തീയതി ലോക പാലിയേറ്റീവ് കെയർ ദിനത്തിൽ നമ്മൾ ഈ സംഘടന കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ഇനാഗുറേറ്റ് ചെയ്തു. അപ്പോൾ അന്നേ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ വർഷവും ഏത് പഞ്ചായത്താണോ തിരഞ്ഞെടുക്കുന്നത് ആ പഞ്ചായത്തിലെ 101 കിടപ്പ് രോഗികൾക്ക് കിറ്റ് കൊടുക്കുകയും ആ പഞ്ചായത്തിൽ വെച്ചായിരിക്കും നമ്മുടെ വാർഷികം ആഘോഷിക്കുന്നത്. ഇതാണ് നമ്മുടെ ബൈലിൽ തന്നെ പറഞ്ഞിട്ടുള്ള ലക്ഷ്യം. മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ കുറച്ചുകൊണ്ട് സോഷ്യൽ അവയർനെസ്സിന് മുൻതൂക്കം നൽകി പോലീസ്, എക്സൈസ്, ഫോറസ്റ്റിംഗ് എന്നീ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വിവിധങ്ങളായ ഡിപ്പാർട്ട്മെന്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് 4 ക്യാമ്പയിനാണ്. കുറച്ച് പേരൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല, അതാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഒന്ന്, മിഷൻ AD അഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്ന പേരിലാണ് ലഹരിക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനം. നമ്മുടെ പ്രവർത്തന മേഖല കേരളം മുഴുവൻ. രണ്ടാമത്, ജന്മനാടിന് വേണ്ടി എന്നാണ് ക്യാമ്പയിന് പേരിട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സോഷ്യൽ അവയർനെസ്സും ചാരിറ്റി കാര്യങ്ങളെല്ലാം അതിൽ വരുന്നത്. മൂന്നാമത് വരുന്നത് സേവ് നാച്ചുർ സേവ് ഫോറസ്റ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. വനം വകുപ്പായിട്ട് സഹകരിച്ചുകൊണ്ട് പേരിൽ തന്നെ ഉണ്ട്, കൂടുതൽ പറയുന്നില്ല. നാലാമത്തത് കലാകായിക സ്വരലാകലയോ എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ പേരിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യമാവും അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് 3:30 തൊട്ട് ഈ നിമിഷം വരെയും നടന്ന പരിപാടി. കലാപരമായിട്ടുള്ള കഴിവുകളുള്ളവരെ നമുക്ക് കഴിയുന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. സാമ്പത്തികകാരെ സഹായിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മളെ കൊണ്ട് സംഘടന കഴിയുന്ന രീതിയിൽ സഹായിക്കുക എന്നൊരു ലക്ഷ്യം കൊടുക്കും. അപ്പോൾ എന്നീ 4 ക്യാമ്പയിനുകളായിട്ടാണ് മുമ്പിലോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഈ ഒരു 9 മാസം നോക്കുമ്പോൾ ഏകദേശം 6ഓളം പരിപാടി തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് നമ്മുടെ സംഘടന നടത്തിപ്പോരുന്നത്. ഈ പരിപാടികളൊന്നും തന്നെ നമ്മൾ പുറത്തുനിന്ന് പിരിവെടുത്തല്ല. നമ്മൾ ഈ ഒരു 21 അംഗങ്ങളുണ്ട്, നമ്മൾ തന്നെ കണ്ടെത്തിയാണ് പോകുന്നത്. പുറത്തുനിന്ന് ഒരു പിരിവെടുക്കുന്നത് ഇപ്പോഴീ ഒരു പിരിവല്ല, ഈ ഒരു സമ്മാനം കുട്ടികളുടെ കാർഷിക സംഭവം. നമ്മൾ കൂപ്പൺ കിടപ്പ് രോഗികൾക്ക് കിറ്റ് വിതരണം ചെയ്യുന്ന സ്പോൺസർഷിപ്പാണ്, ഓരോരുത്തർ തരും, അതിനെ നമ്മൾ ശേഖരിച്ചു പോയി. അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ കാര്യം കൂടെ പറയാനുള്ളത്, നേരത്തെ കവിത എഴുതിയ ഗിരീഷ് മുക്കുവത്തി പേപ്പാറ വയലൻസ് സംഘത്തിൽപ്പെടുന്ന മുക്കുവത്തിവേൽ എന്ന ഉന്നതി താമസക്കാരനാണ്. നല്ല കഴിവുള്ള ഒരു പയ്യൻ. കുറെ നാളോട് പറയാം, ചേട്ടാ ഞാനൊരു കവിത ഏതെങ്കിലും ഒരു കവിത ഒന്ന് പബ്ലിഷ് ചെയ്യണം. നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന വാങ്ങിച്ചു. പല സഹായം, വളരെ പൈസ കുറച്ചാണ് അല്ലേ ഗിരീഷൻ ആണ്. എസ് കെ സുനിയുടെ കാട്ടകത്തൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ആൽബം സോങ്, ഒരു ഡിവോഷണൽ സോങ് സംഗീത സംവിധാനം നിർവഹിച്ച എസ് കെ സുനിലാണ്. അപ്പോൾ എസ് കെ സുനിനെ കാണുകയും അതോടൊപ്പം എസ് കെ സുനിൽ സംബന്ധിച്ചു. ഗിരീഷിന്റെ നല്ല സമയം ജോസ് പാപ്പയെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ജാസി ഗിഫ്റ്റിന്റെ സ്ഥിരം ഓർക്കസ്ട്രേഷനാണ്. അതോടൊപ്പം നമ്മുടെ കേരളം അറിയപ്പെടുന്ന സുഭാഷ് മാലി എന്ന ഗായകൻ വളരെ ചെലവ് കാശ് മാത്രം കഴിച്ചു നമുക്ക് പാടിത്തത്. ആ പാട്ടും ഇന്നിവിടെ പബ്ലിഷ് ആവുകയാണ്. അതും ഏറ്റവും ഒരു വിഷമം ഒരു സൈഡിലുണ്ടെന്നാൽ അടുത്ത സന്തോഷമുണ്ട്. അതോടൊപ്പം നമ്മുടെ അസോസിയേറ്റ് മെമ്പർ കൂടിയാണ് ശാലിനി നെടുമങ്ങാടിന്റെ ശാലീനം എന്ന കഥാസമാഹാരത്തിന്റെ 3ാമത്തെ പതിപ്പിന്റെ കവർ പ്രകാശനം ഇന്ന് നടക്കുന്നുണ്ട്. കൂടുതൽ ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ഏറെ ആദരണീയനായ ഗോകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചു.
കൂടിയിരിക്കുന്നത് സാംസ്കാരിക സമ്മേളനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഇവിടെ വരാം. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഉദാഹരണം, എന്താണ് സംസ്കാരം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സംസ്കാരം എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ 26 ഇരിപ്പുണ്ട്, വേദിയെ കുറിച്ചുള്ള സദസ്സരമാണ്. എല്ലാവരും വ്യത്യസ്തമായ ഉത്തരങ്ങൾ പറയുവാനിരിക്കും. കാരണം ഒറ്റ ഡെഫിനിഷൻ ഇല്ല ഈ സംസ്കാരം എന്ന വാക്കിന്. നമ്മൾ പക്ഷെ നിങ്ങളെല്ലാവരും വ്യത്യസ്തമായ ആൻസർ പറഞ്ഞാലും ആ ആൻസറുകളെല്ലാം ശരിയായിരിക്കും. വ്യത്യസ്തമായ വീക്ഷണകോണുകളിലൂടെ നോക്കുമ്പോൾ ആ സംസ്കാര പ്രവർത്തനത്തിൽ വ്യത്യസ്തമായ അർത്ഥങ്ങൾ കൊടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂല്യബോധമാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ തിരിച്ചറിവാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ മനസ്സിൻ്റെ വെളിച്ചമാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ മനസ്സിൻ്റെ ധർമ്മമാണ് നമ്മുടെ സംസ്കാരം. അതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എന്താ പറയാൻ, അതിൻ്റെ വിശ്വാസങ്ങൾ, അതിൻ്റെ ആചാരങ്ങൾ, അതിൻ്റെ ബൗദ്ധിക നിലപാടുകൾ, അതിൻ്റെ വൈകാരികമായ കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം കൂടി ആർക്കുക. അതായത് നമ്മുടെ വസ്ത്രരീതി, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ ക്ഷേത്രാചാരങ്ങൾ, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാത്തിലും നമ്മുടെ സമൂഹം എങ്ങനെ ഇടപെടുന്നുവോ, എങ്ങനെ പെരുമാറുന്നുവോ, അതിൻ്റെ ഏതെല്ലാം രീതിയിലാണ് ശാശ്വത മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നുവോ, അതുപോലെ തന്നെ അത് എങ്ങനെയെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ രൂഢമായ മാറ്റത്തിലേക്കുമോ ആ ഒരു പെരുമാറ്റ സംഖ്യയെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് സംസ്ഥാനം കൊണ്ട് പേഷ്യന്റിന് സംഭാവനയായി കൊടുക്കാൻ, ചികിത്സയ്ക്ക് കൊടുക്കാനാണ് തയ്യാറായി ചെയ്യുന്നത്. അദ്ദേഹം അഹോരാത്രി എത്രയോ ദിവസം സംഘാടകർ എത്തിച്ചിട്ടാണ് ഇങ്ങനെ ഒരു എത്തിക്കൊണ്ടത് അതിനെ എത്തിക്കുന്നത്. ആ മനസ്സിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് അദ്ദേഹങ്ങളുടെ കുറ്റിച്ചെലവ് യോഗം നടത്തി. ആ ദിവസത്തിൽ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് 10-100 പേർക്ക് ഈ ചന്ദനമര തൈകൾ വിതരണം ചെയ്തു. അതിൽ ഒരു സന്ദേശം കൊടുക്കുകയായിരുന്നു. സന്ദേശം അതായത് നമ്മളെ സസ്യങ്ങളെ നശിപ്പിക്കുകയും ഈ നമ്മൾ ഈ പരിസ്ഥിതി സംരക്ഷിക്കുകയും കൊടുക്കുന്നു. അദ്ദേഹം അതുപോലെ പാലിയേറ്റീവ് കെയറിലെ നടപടികളാണ്. പാലിയേറ്റീവ് കെയർ ചികിത്സയ്ക്ക് അവർക്ക് കൂടുതൽ ശ്രദ്ധാപൂർവ്വം ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനത്തിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ അതിൻ്റെ മീറ്റിങ്ങുകൾ ഡോക്ടർമാരുടെ സംഘടനകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും ഈ വിശാലമായ ലോകത്ത് നമ്മളെ ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്ന ഒരു മഹത്തായ സംഘടനയായി ഈ അസോസിയേഷൻ ഈ സംഘടനയായി പറയുന്നത്. ബട്ട് നമ്മുടെ ഹരീന്ദ്രനാഥ് ചതോപാധ്യായ പറഞ്ഞു, സർവജനായ അല്ലെങ്കിൽ സന്നദ്ധനായ മനുഷ്യനേക്കാൾ മഹത്വമുള്ളവനായി ഏത് ദൈവമുണ്ട് ഈ ഭൂമിയിൽ എന്ന് ഉറപ്പാണ് എനിക്ക് ചോദിക്കുന്നത്. ഇത്തരം നന്മകൾ റോട്ടിൽ ചെയ്യുന്നതിനേക്കാൾ ധന്യമായ എന്തുണ്ട്? ആ തരത്തിൽ ഗുരുവാനായ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ നമ്മുടെ എല്ലാം ഉത്കണ്ഠമായ പ്രശംസയ്ക്ക് ആൾക്കാരാണ് തീർച്ചയായും. അതുകൊണ്ട് ഈ സമ്മേളനം, ഈ പരിപാടി, ഈ പ്രോഗ്രാം, അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനം വളരെ ഇതാണ് സാംസ്കാരിക പരിപാടി. ഇന്നിവിടെ ഒരുപാട് കലാപരിപാടികൾ ആവിഷ്കരിക്കപ്പെട്ടു. ഇനിയും കൂടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കരുത്. കാരണം കുട്ടികളുടെ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ സർഗവാസങ്ങളെ സർഗാത്മകമായ കഴിവുകളെ ഉണർത്തിയെടുക്കാൻ വേണ്ടി ഈ സംഘടന എത്തിച്ചു വരികയാണ്. എന്തായാലും ശരി, ഈ സംഘടനയുടെ എല്ലാ പ്രോഗ്രാംസിലും എല്ലാ പരിപാടികൾക്കും വിജയപ്രദമാകട്ടെ, അവർക്കിതെല്ലാം വളരെ വിജയകരമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനത്തിനായി വിനയപൂർവ്വം അറിയിക്കുന്നു. നന്ദി. കവിയരങ്ങിൽ പങ്കെടുത്ത 3-4 പേർക്ക് ഇവിടെ അടുത്ത ക്ഷേത്രത്തിൽ തന്നെ എന്തൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അതിലേക്ക് പോകാൻ വേണ്ടി അവർക്ക് വേണ്ടി നിങ്ങളുടെ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ നിലവിൽ നടത്തിയ പരിപാടി, ഇനി മുമ്പിലോട്ട് നടത്തുന്ന പരിപാടി യാതൊരുവിധ പാരിതോഷികവും മേടിച്ചുകൊണ്ടല്ല ഇവരെല്ലാവരും വന്നിട്ടുള്ളത്. 1 രൂപ പോലും മേടിക്കാതെ നമ്മുടെ ഈ പരിപാടിക്ക് മാറ്റുകൂട്ടാൻ വേണ്ടിയാണ്.
ഇനി നറുക്കെടുപ്പിൻ്റെ സമയമാണ്. നറുക്കെടുപ്പിൻ്റെ വീഡിയോ നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്നു. ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. മേഡം തന്നെ വായിക്കുക.